എല്ലാവർക്കും പ്രണയവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊന്നും അത്ര വലിയ വിഷയമുള്ള കാര്യമല്ല. പക്ഷെ നമ്മൾ പ്രണയിക്കുന്ന പോലെ നമ്മൾ ഓപ്പോസിറ്റുള്ള വ്യക്തി നമ്മളെ പ്രണയിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഫാൻറ്റസിയാണ്. ഒന്നില്ലെങ്കിൽ വേറൊന്ന്, ഒന്നില്ലെങ്കിൽ വേറൊന്ന്. പക്ഷെ അതിൽ സിൻസിയറായിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രണയിക്കരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ആത്മാർത്ഥമായി പ്രണയിച്ചു കഴിഞ്ഞാൽ സപ്പോസ് ഒരു ചാൻസിൽ അവർ നമ്മൾ ഇട്ടിട്ട് പോണ സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല, നമ്മൾ അങ്ങോട്ട് തകർന്നു പോകും. അവൻ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ നല്ലൊരു ജീവിതം, അങ്ങനെ ഒരു 10, 18, 19 വയസ്സൊക്കെ ആവുന്ന ടൈമിൽ നാട്ടിൽ ചെങ്ങായിമാരുടെ ഒപ്പം ചെത്തിപ്പൊളിച്ച് കിടക്കുന്ന സമയത്ത് ഈ ഒരു പെണ്ണിന് വേണ്ടി മാത്രം ഗൾഫിൽ വന്ന് പട്ടിപ്പണി എടുത്തിട്ട് അവളെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്ന് വിചാരിച്ച അവൻ്റെ ഒരു 6 വർഷം, അവൻ്റെ 6 വർഷത്തെ കഷ്ടപ്പാട്. നമ്മളോട് ഒരാൾ എങ്ങനെയാണോ അങ്ങനെ നമ്മൾ തിരിച്ചും അവരോട് പെരുമാറാൻ പഠിക്കണം. അല്ലാണ്ട് നമ്മൾ അവരുടെ അടുത്ത് തലയിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അവർ നമ്മൾ ആരുമല്ല എന്ന് പറഞ്ഞ് കറിവേപ്പില പോലെ വലിച്ചെറിയുന്ന സമയത്ത് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മൾ ചിലപ്പോൾ ആകെ തകർന്നു പോകും, നമ്മളാകെ അത് ഇല്ലാണ്ടായി പോകും.